ഹലോ ഗായ്സ്, ദിസ് ഈസ് കെസ് ഫ്രം കെസാഡ്. വീട് പണിയുമ്പോൾ നമ്മൾ ഡിസൈൻ, ടൈൽസ്, ലൈറ്റ്സ് ഒക്കെ നോക്കും. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് പ്ലംബിംഗ് എന്ന് പറയുന്നത്. കിച്ചണിൽ വാട്ടർ വരുന്നതും ബാത്റൂം യൂസ് ചെയ്യുന്നതും എല്ലാം കറക്റ്റായി വർക്ക് ചെയ്യാൻ പ്ലംബിംഗ് പ്രോപ്പർ ആയിരിക്കണം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലംബിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നോക്കാം. പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലംബിംഗ് എന്നത് വീട്ടിലെ വാട്ടർ സപ്ലൈ സിസ്റ്റവും ഡ്രെയിനേജ് സിസ്റ്റവുമാണ്. അതായത് വെള്ളം വരുന്നതും പോകുന്നതും കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് പ്ലംബിംഗ് എന്ന് പറയുന്നത്. പ്ലംബിംഗ് സിസ്റ്റംസ് മെയിനായിട്ട് 2 ടൈപ്സ് ആണ് ഉള്ളത്: വാട്ടർ സപ്ലൈ സിസ്റ്റം, അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം. വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടാങ്കിൽ നിന്നും കിച്ചൺ, ബാത്റൂമിലേക്കും വെള്ളം കൊണ്ടുവരുന്ന സിസ്റ്റമാണ്. ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ യൂസ് ചെയ്ത വെള്ളം പുറത്തോട്ട് പോകുന്ന സിസ്റ്റമാണ്. സോ രണ്ടും കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ വീട്ടിൽ പ്രോബ്ലംസ് വരും. പൈപ്സ് മെയിൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. PVC പൈപ്സ് ഫോർ ഡ്രെയിനേജ് യൂസ് ചെയ്യുന്നതിനും CPVC പൈപ്സ് ഫോർ ഹോട്ട് വാട്ടേഴ്സിനും ബെസ്റ്റാണ്. അതുപോലെ UPVC പൈപ്സ് നോർമൽ വാട്ടർ സപ്ലൈക്കുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് പൈപ്പ് ചൂസ് ചെയ്യുന്നതും ലോങ് ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾക്ക് പ്ലംബിംഗ് ലേഔട്ട് നോക്കാം. വീടിൻ്റെ മുകളിൽ ഒരു ഓവർഹെഡ് വാട്ടർ ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിൽ നിന്ന് മെയിൻ പൈപ്പ് താഴേക്ക് വരും. ആ മെയിൻ പൈപ്പ് പിന്നെ സ്പ്ലിറ്റായി കിച്ചൺ, ബാത്റൂം, വാഷിംഗ് ഏരിയയിലോട്ടും പോകും. യൂസ് ചെയ്ത വെള്ളമെല്ലാം ഡ്രെയിനേജ് പൈപ്പ് വഴി മെയിൻ ഡ്രെയിൻ ലൈനിലോട്ട് പോകും. അതിനുശേഷം സെപ്റ്റിക് ടാങ്കിലോട്ടും അല്ലെങ്കിൽ സ്യൂർ ലൈനിലോട്ടും പോകും. വാട്ടർ ടാങ്ക് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാങ്ക് ഹൈറ്റ് കൂടുതലായാൽ വാട്ടർ പ്രഷർ നന്നായിരിക്കും. ടാങ്കിലോട്ട് വെള്ളം ഫിൽ ചെയ്യാൻ പമ്പ് യൂസ് ചെയ്യും. പ്രോപ്പർ കണക്ഷൻ ഇല്ലെങ്കിൽ പ്രഷർ കുറയും. സോ ഇത് കറക്റ്റായി ചെയ്യണം. വെന്റ് പൈപ്പ് ഇമ്പോർട്ടൻസ്. പ്ലംബിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് വെന്റ് പൈപ്പ്. ഇത് ഡ്രെയിനേജിൽ ഉണ്ടാക്കുന്ന ബാഡ് സ്മെൽ പുറത്തോട്ട് വിടാൻ സഹായിക്കും. അതുപോലെ വാട്ടർ സ്മൂത്തായി ഫ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. യൂഷ്വലി ഇത് റൂഫ് വരെ വെർട്ടിക്കലായി കൊണ്ടുപോകാറുണ്ട്. ബേസിക്സ് തിങ്സ് ടു ചെക്ക്. അതായത് നമ്മൾ പ്ലംബിങ് കൊടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. പൈപ്പ് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പ്രോപ്പർ സ്ലോപ്പ് കൊടുക്കണം, അതായത് എസ്പെഷ്യലി ഡ്രെയിനേജിൻ്റെ ഭാഗത്ത്. ഓക്കെ, അതുപോലെ ജോയിൻറ്റ്സ് കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കണം. ബോൾ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഫുൾ ചെക്കിംഗ് ചെയ്തിരിക്കണം. കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചീപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കോൺട്രാക്ടേഴ്സിനൊക്കെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർ ചീപ്പായിട്ടുള്ളത് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് അതിലൊരു ശ്രദ്ധ വേണം. അവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ പ്ലാനിങ് ഇല്ലാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, ടെസ്റ്റിംഗ് ചെയ്യാതെ ക്ലോസ് ചെയ്യൽ, ഇത് പിന്നെ റിപ്പയർ ചെയ്യാൻ ഡബിൾ എക്സ്പെൻസ് ആവുന്ന കാര്യങ്ങളാണ്. സോ ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ നോക്കിയിരിക്കണം. അതായത് പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓൾവേസ് പ്ലംബിംഗ് വർക്ക് നടക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്തിരിക്കണം, കംപ്ലീഷൻ കഴിഞ്ഞ് അല്ല. ഇത് പ്രോബ്ലം ഏർലിയായി കണ്ടുപിടിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഫ്യൂച്ചർ റിപ്പയർ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റിൽ പറയാനും മറക്കരുത്. കൂടുതൽ ഹൗസ് കൺസ്ട്രക്ഷൻ ടിപ്സിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് കെസ് ഫ്രം കെസാഡ്. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.